സ്പാനിഷ് ടെലിവിഷനിൽ പുതുവത്സര ആഘോഷത്തിനിടെ യേശുവിന്റെ തിരുഹൃദയത്തെ അവഹേളിച്ചുള്ള പ്രക്ഷേപണം നടന്നിരുന്നു. ഇതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ലാലാച്ചസ് എന്നറിയപ്പെടുന്ന സ്പാനിഷ് നടി ലോറ യുസ്റ്റസ് വെലസാണ് തിരുഹൃദയത്തെ അവഹേളിച്ചത്. സ്പാനിഷ് പബ്ലിക് ടെലിവിഷൻ പ്രോഗ്രാമായ ലാ റെവൽറ്റയിലാണ് ഇത് നടന്നത്. 2024 വിട പറഞ്ഞ് 2025 സ്വാഗതം ചെയ്യുന്ന മാഡ്രിഡിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിനിടെയാണ് വിവാദ ചിത്രം ഉയർത്തിയത്. പരിപാടിക്കിടെ അവതാരിക പ്രോഗ്രാമിന്റെ ചിഹ്നമായ കാളയെ യേശുവിന്റെ തിരുഹൃദയ ചിത്രമാക്കി ഉയർത്തിക്കാണിക്കുകയായിരുന്നു. തിരുഹൃദയ ചിത്രത്തിലെ ഈശോയുടെ ശിരസ് ഉൾപ്പെടുന്ന ഭാഗത്ത് കാളയുടെ ചിത്രം ഒട്ടിച്ചു ചേർത്തതായിരുന്നു ദൃശ്യം. സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ അധികൃതർക്കെതിരെ സ്പാനിഷ് ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ലോയേഴ്സ് പരാതി നൽകി. സ്പാനിഷ് പീനൽ കോഡിലെ ആർട്ടിക്കിൾ 510 മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്നതിനെതിരെ ആർട്ടിക്കിൾ 525 എന്നിവ ചൂണ്ടിക്കാട്ടി. വിദ്വേഷ കുറ്റകൃത്യത്തിന് അവതാരികയ്ക്കും സ്പാനിഷ് റേഡിയോ ആൻഡ് ടെലിവിഷൻ പ്രസിഡന്റ് ജോസ് പാബ്ലോ ലോപ്പസിനുമെതിരെയാണ് സ്പാനിഷ് ഫൗണ്ടേഷൻ ഓഫ് ക്രിസ്ത്യൻ ലോയേഴ്സ് നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ക്രൈസ്തവർക്ക് നേരെയുള്ള അവഹേളനങ്ങൾ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിനും പ്രേക്ഷകരെ വർദ്ധിപ്പിക്കുന്നതിനും ഉപയോഗിക്കുകയാണെന്നും ഒളിമ്പിക് ഗെയിംസിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സമാന സംഭവം നടന്നത് ഇതിന്റെ ഉദാഹരണമാണെന്നും സംഘടന പ്രസ്താവിച്ചു. കാളയെ കാണിക്കാൻ യേശുവിന്റെ തിരുഹൃദയത്തിന്റെ ചിത്രം ഉപയോഗിക്കുന്നത് കത്തോലിക്കാ വിശ്വാസത്തോടുള്ള വ്യക്തമായ അവഹേളനത്തെയും പരിഹാസത്തെയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. സംഭവത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് വിവിധ സംഘടനകളുടെ തീരുമാനം.